പാർക്ക് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസിൽ വന്ന് നേരെ വന്നു കഴിഞ്ഞാൽ കഫേ ആൻഡ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. ഹലോ പറഞ്ഞേ, നമ്മളങ്ങനെ ട്രെയിൻ കയറാൻ പോവാട്ടോ. അമ്മയുണ്ട്, ഞാനുണ്ട്, വൈഫുണ്ട്, ലൂക്കാപ്പി ഇരിക്കുന്നു. പറ റോസുവിൻ്റെ അഭിലാഷം, നമ്മൾ ട്രെയിനിൽ കയറി പോകണം എന്നുള്ള അഭിലാഷം പറയും. അപ്പം ചിരിക്കണ്ട, പറഞ്ഞോ. എവിടെ? ഗ്ലോസ്റ്ററാണത്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ 19 മിനിറ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ പോവാ. ഗൈസ്, നമ്മൾ അങ്ങനെ കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നോക്കൂ, റോസ് ചിരിക്കുന്നത്. റോസ് മടുത്ത് കാട്ടിനുള്ളിൽ കൂടെ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന ട്രെയിൻ കയറാൻ. ഇതുവരെ ട്രെയിനിലേക്ക് എത്തിയില്ല. നോക്കൂ, അവിടെ നോക്കൂ. ലാസ്റ്റ് ട്രിപ്പ് ആവേ. വാ, ഇതാണ് ട്രെയിൻ. ഇതാണ് നമ്മുടെ പെറി ക്രോവ് റെയിൽവേ. ഇതാണ് ലോക്കോ കേട്ടോ, ട്രെയിൻ ലോക്കോ. ലോക്കോ ഉണ്ടോ? ലോക്കോ അങ്ങനെ വർക്കാവുന്നത് ബോയിലറാണ് കേട്ടോ. ബോയിലറിലാണ് ഈ ലോക്കോ വർക്കാവുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റാണ്. കൊച്ചിനെ കണ്ടപ്പോഴത്തേ ഗ്ലാസ് ഒന്നും താഴില്ല. ബസ് കാത്തണ്ട ജാക്കറ്റ് അതൊക്കെ കയറ്റി ഇരുത്തിക്കടാ അമ്മ. താഴെ ഇരിക്കുന്നു. അതിന്റെ ഉള്ളിൽ കൂടെ അവൻ പോവേ. അപ്പുറത്തോട്ട് അപ്പുറം കിടക്കാൻ പറ്റൂല. അയ്യോ വയോ
അങ്ങനെ ഞങ്ങൾ ലോക്കോയിൽ പോവുകയാണ്. ലോക്കോ ട്രെയിൻ പോകുന്നു. വണ്ടി അങ്ങനെ ട്രെയിൻ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നില്ല, ട്രെയിൻ പോകുന്നു. ഞാൻ ഫോൺ കാണത്തില്ല. എനിക്ക് വീഡിയോ ആണോ? വീഡിയോ എടുക്കും. ട്രെയിനും കാണണം. അവിടെ നിന്ന് വളയും, ഒരു വളവുണ്ട്, ആ വളവിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞു പോവാം. ട്രെയിനിൽ പോവാണ്. വീട്ടെ സ്റ്റോപ്പാ. ഇവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതൊരു ട്രെയിൻ സ്റ്റോപ്പാണ് കേട്ടോ. ഇങ്ങനെ ഇറങ്ങാം. കഴിഞ്ഞോ? ഇല്ല, ഇത് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്താ. പ്ലാറ്റ്ഫോം നമ്പർ 1. ആർക്കെങ്കിലും ഇറങ്ങണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് നടന്ന് പോവാം. അതിൽ കയറാണ്ടോ ഇനി ഏതിങ്ങനെ പോകുമ്പോ ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ അവര് കയറ്റും. റോക്ക്വുഡിന്റെ സ്റ്റോപ്പാണ്, പ്ലാറ്റ്ഫോം നമ്പർ 1. ഇവിടെ ഗ്ലാസ് ആയതുകൊണ്ട് നമുക്ക് ക്യാമറ പുറത്തേക്ക് ഇടാൻ പറ്റത്തില്ല. അതാണ് അതിൽ പ്രശ്നം. ഒരാള് ട്രെയിനകത്ത് നോക്കി നിൽക്കും. നമ്മളതിലേ വന്നേ. മണ്ടക്കൂടെയൊക്കെ നടന്നു പോകുന്നുണ്ട്. ഇതിലും കൂടെ കയറാൻ പറ്റില്ലായിരുന്നുള്ള അവസ്ഥ. ഇങ്ങോട്ട് നടുക്കൊക്കെയാണ് ഫുള്ളായി. ഇതൊരു സ്റ്റോപ്പാ, പ്ലാറ്റ്ഫോം നമ്പർ 2. ഇവിടെ വരെയല്ലോ, ഇവിടെ വരെയല്ലോ. ഇവിടെ നമ്മൾ അങ്ങോട്ട് നടക്കുവായിരുന്നു. എങ്ങോട്ട്? ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി നടന്നു പോകും. ഇനി അവര് മറ്റേ ലോക്കോ തിരിച്ചു കൊണ്ടുപോയി മുമ്പിൽ പിടിപ്പിക്കും. അങ്ങനെയാ.
ഇവിടം വരെ ഉള്ളൂ. മേടിച്ചോ. ഇനി ഒരു ലോക്ക് കൊണ്ടുപോയിട്ട് തിരിച്ച് പുറകെ ഫിറ്റ് ചെയ്യും. അവിടെ നിന്ന് വട്ടം കറക്കാൻ പോകും. ഇവിടം വരെ ഉള്ളൂ കേട്ടോ ട്രെയിന്. ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ ഇറങ്ങിയിട്ടാണ് തിരിച്ച് വരാൻ. വേറെ ലോക്ക് കൊണ്ടുവന്നിട്ട് പറ്റി തിരിച്ച് കൊണ്ടുവന്നിട്ട്. One foot. Whoa. Pins in. Yeah. Are going now? No. Yes, I'm just going to do the doors and we'll be passing back to them. All right. Yeah. Sorry, we have only one engine. No, we have 4 engines. 4 engines. One engine's on holiday in Evesham. Okay. Yes, we've got 4 steam engines that run regular service. Okay. 1 diesel, One diesel. 1 works diesel, Okay. which is the yellow sort of shunting engine that's down in the yard. All right. Which is a little simplex lister. Okay. And we've got 1 little scale American engine Okay. that comes out on special occasions Oh. because it's about this big. Oh. It's like this long. Oh. Then they are pulled like this, the bigger one. No, you No. can't pull this. Okay. No, it's got a little open wagon. Open wagon. It'll pull about 15, 20 people up the hill. Okay. Okay. But you're sort of sat on it rather than in it. It's a different experience, yeah. Yes. That one. Yeah, it's one of those you sort of because you're sat above the level of the chimney, so you get the smoke and the water and the oil. And you've got to put a little disclaimer that if you ride on this engine, it does throw cinders out the top. It's a little bit oily. It's very fun. So other 3 are same smoke engine. Yes, that's Okay. correct. And we rotate them through about every 5 to 10 days. Okay. So we've got blue one, green one, red one, Blue, green, and red. and a purple one in each. Okay. Right. And how many servicing per day? So we're how many services? Service, yeah, train service. So we tend to do about 7 in the winter, 7 trips. 7 trips. Which is 10.5 mile. Okay. In the summer, you can be doing up to 12, 13 trips. It depends on volume of people. Okay. Start from 9 o'clock. No, so the first service is at 10 to 11. 10 to 11. Typically in the winter. In the summer when it's quite busy, Okay. it can be first departure 10:15. Oh. If there's that many people arrived already, Oh, yeah. you start just adding trains into the The timetable. timetable. Yeah. So a round trip is 40 minutes per se. Off the bottom, 10 minutes up the hill, 10 minutes in the platform, 10 minutes back down, Back down. Yeah. run around the set, 10 minutes to part again. All right. If there's 600 people here, you run up, you run round, go down,
run up, and you just keep going round Keep and going round. round. So you can make it a sort of 25-minute round trip Yeah. without rushing anywhere. Right. You just take the rest off either end. Okay. And the other 4 engines are different names? Yes, they're all different. So we've got Lydia. which is Lydia. This one. Yeah. We have a locomotive called Mr. Hallworth. Hoover. Yeah. And a locomotive called Spirit of Adventure, Spiritual Venture. Oh, nice. which is a lovely. They're all steam engines, but they all look different. Yeah. They're all a different design. How's the diesel engine? It's a bit fast or same like this? No, it's actually a bit worse than the steam engines. It won't pull as much. Ah. The advantage is in the winter Yeah. you can turn the key, Easy. and off you go. There's significantly less cleaning. Yeah. Steam engine exists Exists. to make itself dirty. Yeah. And can I know how can put the things charcoal inside like here? Yes, Yeah. so coal's kept in bunker back Ah, here. Can't yeah. actually reach any. Oh, is it here? But, it's usually up to the back sheet here. Okay. There's a little flap Charcoal. in the cab. Yeah. Then you can put it one by one here. Yeah, so you've got the handbrake, Okay. the locomotive brake. Yeah. This is called the injector feed. So Ah. you need to put water inside the boiler. Yeah. And what you do is there's a tap down here, Uh-huh. turn that on, Yeah. sends water to the injector, Oh, all right. and then you use steam from the boiler Yeah. to push it in on top of the steam that's already inside the boiler. Oh, So yeah. you're forcing water in on top. Then over here you've got the regulator. Yeah. This is so steam rises into the dome, Uh-huh. and then that emits the steam from the dome into the cylinders. Cylinders. All of this is just sort of fireman type stuff, Yeah. but that shows you the level of water. Oh, you inside can see the that gauge. level. Yeah. And then you've got this is called the reverser over here, so it's like gears in a car. Ah, okay. And then there's some other fireman's bits as well. Right. So you can see the pressure is there. That's the pressure, yes. Yeah. That's the boiler pressure. Ah. So you've got boiler pressure. That's what we call the steam chest pressure gauge. So once the steam has come out the boiler, Yeah. there's chest Okay. where the steam gathers and then is emitted into one cylinder or the other. Ah. And so that's how much steam is in there. Ah. And then you've got various brake gauges. Brake gauges. Yeah. Only 2-side brake gauges. Yes. Yeah. So this is the brakes we use most of the time, Okay. which is the train brakes. So that's train the brakes on all the coaches. All coaches, So when we're yeah. going down the hill, Yeah. all the coaches are stopping the train. Yeah. This is the locomotive brake, so Yeah. this just does the brakes on the loco. Yeah. And it's the difference between having 6 braked wheels and 24 braked wheels. 24. And that's much more effective at slowing you down. Oh. Right. Yeah. And how many person we need to move the train? So if you're just moving the PSI. loco, about 80 psi, Yeah. 70 psi. We can move. If 80, 70. You can move the train. Well, it can move itself. Self. If you're pulling a train up the hill, Okay. you want about anywhere north of 100. 150. You want about 120, 130 20. Yeah. really. Yeah. Is comfortable. Right. Less than that, it starts Less to than get that. a bit difficult. Yeah. Obviously, you've got a firebox here. Firebox here. Oh, still burning. Yeah. Still burnt, just about. Yeah. The running it down for the end of the day. Okay. Fine. But when you got the regulator on, it gets really quite bright, Yeah. quite hot. Got hot. Yeah, there's not much to it really. Nice. All right. Thank you very much. What's your name? Good name? George, George. Me, John. Nice to meet you. nice to. വിളിച്ചായിരുന്നോ? എന്തിനാ വിളിച്ചത്? ഇവിടെ ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റത്തില്ല. ഇവിടെ അല്ലല്ലോ, ഇപ്പോൾ വണ്ടി പോവാ. താങ്ക്സ്. പോവാ. ലാസ്റ്റ് ട്രിപ്പ് ഇതോ? വേറെ അവരോട് ജസ്റ്റ് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചാൽ അതാണ് അതിൻ്റെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ പറ്റും. ഇതൊക്കെ നമുക്കിവിടെ പ്ലേ ഏരിയ ആട്ടോ. പിള്ളേർക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പ്ലേ ഏരിയ.
2, 3, 4 bogies ഉണ്ട് അല്ലേ? അരമണിക്കൂറോ? ഉണ്ട്, അരമണിക്കൂർ ട്രെയിൻ. അല്ല എപ്പോൾ സമയം എത്രയായി? 4:30യോ? 4:00 ഇരുട്ടാവും. ഇപ്പോൾ ഇരുട്ടാവും. നമ്മൾ തന്നെ Thank you guys. താങ്ക് യു. നിക്ക്. എടുത്തോ. ഇതാണ് കേട്ടോ ഇവിടെ പാർക്കിങ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. വന്ന് നേരെ വന്നു കഴിഞ്ഞാൽ കഫേ ആൻഡ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടും. പിന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് നേരെ പുറത്ത് വന്നാൽ ഒരു ലോക്കോ മാറ്റിയിടാൻ വേണ്ടി പോകാം. ട്രെയിൻ ടെറിഗ്ലോ റെയിൽവേ. Already they are opening every Thursday and Tuesday and Thursday all year round and daily in local illustration school holidays. The side rules and entry and details already ഇരിച്ചിട്ടുണ്ട്. Use of the major safety children and trained. എന്ത് കളിക്കുന്നേ പാപ്പി? ഈ മഞ്ഞാരം കാണാൻ പറ്റും.